ഹായ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് കിയയുടെ പുതിയ ഇലക്ട്രിക് വാഹനമായ സിറോസ് EVയുടെ ഉള്ളിലാണ്. അതിൻ്റെ തന്നെ ഏറ്റവും സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് അല്ലെങ്കിൽ ബേസ് വേരിയൻ്റ് എന്ന് പറയുന്ന HTKയുടെ ഉള്ളിലാണ് ഉള്ളത്. ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 13,50,000 രൂപയും ഓൺ റോഡ് ഒരു 15 ലക്ഷം രൂപ അടുപ്പിച്ചുമാണ് വരുന്നത്. ഈ വണ്ടിയിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം എക്സ്റ്റീരിയറും നമുക്ക് കാണാം. സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ തന്നെ കിയ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാണാൻ പറ്റും, മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ്, ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺസ് കാണാൻ പറ്റും. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ബട്ടൺസ് കാണാൻ പറ്റും. ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോയുടെ ബട്ടൺസ്, ഡോർ ലോക്ക് ചെയ്യാനുള്ള അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺസ്, അതോടൊപ്പം നമ്മുടെ പുറത്തുള്ള മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസും കാണാൻ പറ്റും. പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ലൈറ്റ് ആട്ടോ എന്ന് കാണാൻ പറ്റും. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ബേസ് മോഡൽ തൊട്ട് തന്നെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ക്ലസ്റ്ററാണ്, 12.3 ഇഞ്ചിൻ്റെ ക്ലസ്റ്ററാണ് ഈ കാണുന്നത്. തൊട്ടിപ്പുറത്തൊരു 5 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ AC കൺട്രോൾസ് കാണാൻ പറ്റും. ഈ കാണുന്ന സ്ക്രീന് ടച്ച് സ്ക്രീനാണ്. തൊട്ടിപ്പുറത്തൊരു 12.3 ഇഞ്ചിൻ്റെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാണാൻ പറ്റും. ഇതെല്ലാം ബേസ് വേരിയൻറ്റിൽ തന്നെ വരുന്ന ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഞാനതിൽ FM കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. ആൻഡ്രോയിഡ് ആട്ടോ, അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം തന്നെ വാഹനത്തിൽ വരുന്നുണ്ട്. 2 Type-C ചാർജിങ് പോർട്ട്സ് ആണ്. ഇപ്പുറത്ത് 12 വാട്ടിൻ്റെ 180 വാട്ട് വരെ സപ്ലൈ ചെയ്യുന്ന ചാർജിങ് പോർട്ടുണ്ട്. AC ഓട്ടോമാറ്റിക് AC തന്നെയാണ് ഇതിൽ വരുന്നത്. ഇവിടെ നമുക്ക് കീ കാണാം. വൈറ്റ് കളർ കീ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. HTK വേരിയൻ്റ് തൊട്ടിന് വൈറ്റ് കളർ വരുന്നുണ്ട്. സീറ്റ്സ് കാണാം. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കാണ് വരുന്നത്. ഓട്ടോ ഹോൾഡ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഷിഫ്റ്റ് ബൈ വയർ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിൽ, ഏറ്റവും ആധുനികമായ ടെക്നോളജിയിൽ വരുന്ന ഗിയർ ചേഞ്ചിങ് ഉൾപ്പെടെയുള്ള ഓപ്ഷൻസാണ്. ദറ്റ് മീൻസ് നമുക്ക് പാർക്കിംഗ്, ഡ്രൈവ്, റിവേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ വഴി നിയന്ത്രിക്കാൻ പറ്റും. തൊട്ടപ്പുറത്ത് കാണുന്നത് EV മിന്നുന്നത് കണ്ടോ, അത് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഒക്കെ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഒന്ന് നോക്കാം. LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ തന്നെ ഐസ് ക്യൂബ് LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. താഴെ ഇവിടെ ഫോഗ് ലാമ്പ് കാണാൻ പറ്റും. ഈ വാഹനം ഇപ്പോൾ യാർഡിലോട്ട് വന്നതേ ഉള്ളൂ. അതാണ് നിങ്ങൾക്ക് അതിൽ ചെളി കാണാൻ പറ്റുന്നത്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ മിററിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് ആണ് നമ്മുടെ വാഹനത്തിൽ വരുന്നത്. ഇവിടെ പ്രസ് ചെയ്തിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ തന്നെ 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസും വരുന്നുണ്ട്. LED ടൈൽ ലാംപ്സ് തന്നെയാണ് വരുന്നത്. റൂഫ് റെയിൽ, ഷാർക്ക് ഫിൻ ആൻറ്റിന തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ തന്നെ കിയ കൊടുത്തിട്ടുണ്ട്. മാഗ്മ റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതല്ലാതെ തന്നെ ഒരു 8 കളേഴ്സ് ഇവിടെ ഇതിൽ അവൈലബിൾ ആണ്.